പോപ്പ് സംഗീത രാജാവ് മൈക്കിൾ ജാക്സൺ വിട പറഞ്ഞിട്ട് 15 വർഷം. ചടുലമായ ചുവടുകളും മനം നിറയ്ക്കുന്ന സംഗീതവുമായി 4 പതിറ്റാണ്ടിലധികം നമ്മെ മൈക്കിൾ ജാക്സൺ വിസ്മയിപ്പിച്ചു. സംഗീതത്തിലൂടെ സമൂഹത്തിലെ പ്രശ്നങ്ങൾക്കെതിരെ ശബ്ദിച്ച കലാകാരനായിരുന്നു ജാക്സൺ. പോപ്പ് സംഗീതത്തിലെ കറുപ്പിനും വെളുപ്പിനുമിടയിൽ ജീവിച്ച കലാകാരനായിരുന്നു മൈക്കിൾ ജാക്സൺ. കടുത്ത വർണ്ണ വിവേചനത്തിന്റെ നാളുകളിലായിരുന്നു മൈക്കിൾ ജാക്സൺ രംഗപ്രവേശനം ചെയ്തത്. സ്വന്തം രൂപത്തെക്കുറിച്ചുള്ള അപകർഷതാബോധം സംഗീതം കൊണ്ട് മൈക്കിൾ ജാക്സൺ തുടച്ചു മാറ്റുന്നതിൻ്റെ കൺമുന്നിൽ കണ്ട തിന്മകളെ ചോദ്യം ചെയ്ത് ജാക്സണിലൂടെയായിരുന്നു ആധുനിക പോപ്പ് സംഗീതത്തിൻ്റെ വളർച്ച. പ്രണയം, വർണ്ണവിവേചനം, ഏകാന്തത, വർണ്ണനശീകരണം, മലിനീകരണം, ദാരിദ്ര്യം, യുദ്ധക്കെടുതികൾ ജാക്സൺ തൻ്റെ ഗാനത്തിലൂടെ ചർച്ച ചെയ്ത വിഷയങ്ങൾ അനവധി. 1991 പുറത്തിറങ്ങിയ ഡേഞ്ചറസ് എന്ന ആൽബം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ സംഗീതജ്ഞാനിയായ ജാക്സനെ മാറ്റി. സ്മൂത്ത് ക്രിമിനൽ എന്ന ഗാനത്തിനായി നിർമ്മിച്ച പ്രത്യേക ആൻറ്റി ഗ്രാവിറ്റി ഷൂവിൻ്റെ പാറ്റന്റ് ജാക്സന്റെ പേരിലാണ്. സംഗീത ലോകത്തും പുറത്തും വിവാദങ്ങളുടെ തോഴനായിരുന്നു ജാക്സൺ എന്നും. 50-ാം വയസ്സിൽ ദുരൂഹമായി മരണത്തോട് കീഴടങ്ങിയ ജാക്സന്റെ അവസാന യാത്ര 250 കോടിയോളം ആളുകളാണ് തത്സമയം കണ്ടത്. 5 സഹോദരങ്ങളാണ് ജാക്സൺ ഉണ്ടായിരുന്നത്. പിതാവ് ആരംഭിച്ച ജാക്സൺ 5-ലെ മിടുക്കനായ ഗായകനാണ് അദ്ദേഹം. മറ്റ് 4 സഹോദരർക്കുമില്ലാത്ത മറ്റെന്തോ പ്രത്യേകത ഏറ്റവും ഇളയവനായ മൈക്കിളിനുണ്ട് എന്ന് പാടാൻ തുടങ്ങും മുൻപേ അവൻ്റെ ചലനങ്ങളിലൂടെ അമ്മ കാതറിൻ മനസ്സിലാക്കിയിരുന്നു. പിന്നീട് ട്രൂപ്പിൻ്റെ പെർഫോമൻസിലൂടെ പ്രേക്ഷകരും. പാട്ട് പാടാൻ മാത്രമല്ല, വ്യത്യസ്തമായ രീതിയിൽ നൃത്തം ചെയ്യാനുള്ള മൈക്കിളിൻ്റെ ചലനങ്ങളും കണ്ടിരിക്കാൻ നിരവധി പേരാണ് ഒത്തുകൂടാറുള്ളത്. 1969 അമേരിക്കയിൽ ഇറങ്ങിയ മികച്ച 10 പോപ്പ് ഗാനങ്ങളിൽ 4 മൈക്കിളിൻ്റെതായിരുന്നു. അന്ന് മൈക്കിളിന് പ്രായം വെറും 11 വയസ്സ്. സംഗീത ലോകത്ത് അന്നാദ്യമായിരുന്നു ഒരു 11കാരൻ ഇങ്ങനെയൊരു നേട്ടം കൈവരിക്കുന്നത്. ജാക്സൺ 5 എന്ന ഗായക സംഘത്തെ പ്രശസ്തിയിലെത്തിച്ചതിന് പിന്നിൽ മൈക്കിളിൻ്റെ പങ്ക് വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സോളോ പെർഫോമറാകാനുള്ള മൈക്കിളിൻ്റെ തീരുമാനത്തോട് കുടുംബം അസ്വാരസ്യം കാട്ടിയത്. സോളോ പെർഫോമറാകാനുള്ള മൈക്കിളിൻ്റെ പോപ്പ് ലോകത്തേക്കുള്ള എൻട്രി ശരിക്കും ഒരു ചരിത്രം തന്നെയായിരുന്നു. ത്രില്ലർ പോപ്പ് സംഗീത ലോകത്തെ ഇളക്കി മറിച്ചു. ബീറ്റ് ഇറ്റ്, ബില്ലി ജീനും ത്രില്ലറുമൊക്കെ ലോകം ഒന്നുപോലെ ഏറ്റുപാടി. മൈക്കിളിനെ കാണാൻ, കേൾക്കാൻ ജനസാഗരം അയാൾക്ക് പിന്നാലെ ഒഴുകിയെത്തി. മൈക്കിളിനെതിരുള്ള പീഡന ആരോപണം പണത്തിനു വേണ്ടിയായിരുന്നുവെന്ന് അമ്മ കാതറിനും മൈക്കിളിൻ്റെ അടുത്ത കൂട്ടുകാരും വിശ്വസിച്ചിരുന്നു. ഇതിനിടെ സൗന്ദര്യവർദ്ധനയ്ക്ക് ചെയ്ത ശസ്ത്രക്രിയ ത്വക്ക് രോഗത്തിന് കാരണമായ സംഭവവും ദുരന്തമായി കലാശിച്ച 2 വിവാദങ്ങളുമാണ്. എന്നിട്ടും ഈ സംഭവങ്ങളൊന്നും മൈക്കിൾ ജാക്സന്റെ പ്രൗഢിയെ ബാധിച്ചിരുന്നില്ല. വിവാദങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കുമൊടുവിൽ 2009 ഒരു തിരിച്ചുവരവിന് ഒരുങ്ങി നിൽക്കുകയായിരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിത മരണം. മൈക്കിൾ ഉണ്ടാക്കിയെടുത്ത പോപ്പ് സംഗീതത്തിൻ്റെ ഒരു യുഗം അവിടെ അവസാനിപ്പിച്ചപ്പോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാനാവുമായിരുന്നില്ല. അതിനപ്പുറമായിരുന്നു ആ ഒരു വേദന. പോപ്പ് സംഗീത ലോകത്ത് പിന്നെയും നിരവധി ഗായകർ വേദിയിൽ വിസ്മയം തീർത്താടി. പക്ഷേ ത്രില്ലറും ബീറ്റിറ്റും ബില്ലി ജീനും സ്മൂത്ത് ക്രിമിനലുമൊക്കെ ലഹരിയായവർക്ക് ആ മൂൺ വോക്കർ തന്നെയായിരുന്നു എന്നും പോപ്പ് രാജാവ്. അയാളുണ്ടാക്കിയ വിടവ് ഇന്നും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു.